ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മുടെ ബാങ്കിങ് സെക്ടറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്ക് ആയിട്ടുള്ള SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ SBI ക്ലറിക്കലിന്റെ പോസ്റ്റാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 2024 നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നെങ്കിൽ പോലും 2025 ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സും നടക്കുന്നതെന്ന കാര്യം മനസ്സിലാക്കുക. എന്തായാലും ഒരുപാട് വാക്കൻസിയോടെ വിളിച്ചൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇതിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോളുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, SBI ക്ലറിക്കൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞത് ബാങ്കിങ് ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ചാൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ബാങ്കിങ് സെക്ടറിൽ SBI എന്ന് പറയുന്ന ഇത്രയും നല്ല ഒരു പബ്ലിക് സെക്ടറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബാങ്കിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ അതിൽ ക്ലറിക്കൽ പോസ്റ്റ് വിളിച്ചതുകൊണ്ട് അത് കൃത്യമായിട്ട് യൂസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന റിക്രൂട്ട്മെന്റ് ജൂനിയർ അസോസിയേറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ്. നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ ജൂനിയർ അസോസിയേറ്റ് പോസ്റ്റ്, അതായത് ക്ലറിക്കൽ കാറ്റഗറി പോസ്റ്റ് തന്നെയാണ് ഈ പറയുന്ന വിളിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അതിന്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആലോചിച്ച് വയ്ക്കുക. 16 ഡിസംബറിനാണ് നോട്ടിഫിക്കേഷൻ വന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 17 ഡിസംബറിനും 7 ജനുവരിക്കും ഇടയ്ക്കാണ്, 7th ജനുവരിക്കും ഇടയ്ക്കാണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. 17 ഡിസംബറിനും 7 ജനുവരിക്കും ഇടയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കുക, പ്രിലിംസും മെയിൻസും ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എക്സാമിനേഷൻ സെക്ടർ എന്ന് പറയുന്നത്. പ്രിലിംസും മെയിൻസും ആണ്. കാരണം ഏറ്റവും കൂടുതൽ ബാങ്കിങ് എക്സാമിന് എല്ലാവരെയും പേടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്റർവ്യൂ സെഷൻ ആണ്. അത് എന്ത് ചെയ്യുന്നില്ല, SBI ക്ലറിക്കൽ പോസ്റ്റിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ സെഷൻ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, പ്രിലിംസിന്റെ എക്സാം വരുന്നത് ഫെബ്രുവരി 2025 മെയിൻസ് എക്സാം വരുന്നത് മാർച്ച് ഓർ ഏപ്രിൽ എന്ന് പറയുന്ന ടൈമിലുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ബാങ്കിങ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നിനും ഒരു ലാഘവും വരുത്താറില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം, ഉടനെ തന്നെ ജോലി കിട്ടും. ആ ഒരു രീതി തന്നെയാണ് ബാങ്കിങ് സെക്ടറിലെ എല്ലാ ജോബ് എന്ത് ചെയ്യുന്നത്, ഓപ്പർച്യൂണിറ്റീസും പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ അതിനുവേണ്ടി പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണ്. ഇനി അടുത്ത് നമ്മുടെ വാക്കൻസി ആണ് നമ്മൾ ഞെട്ടിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. SBIയുടെ ക്ലറിക്കൽ വേക്കൻസി വന്നത് 14,194 വാക്കൻസി വിളിച്ചിട്ടുണ്ട്. 14,194 എന്ന് പറഞ്ഞൊരു വാക്കൻസി ലിസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്, ക്ലറിക്കൽ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അത് സ്റ്റേറ്റ് വൈസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓൾ ഇന്ത്യ വാക്കൻസി എന്ന് പറയുന്നത് 14,194 ആണ്. അതിന്റെ ഓരോ സ്റ്റേറ്റിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് വാക്കൻസി തിരിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഈ 14,194 എന്തുണ്ട്, ബാക്ക്ലോഗ് വാക്കൻസി എന്ന് പറയുന്ന വാക്കൻസീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റെഗുലർ വാക്കൻസി ഉണ്ട്, ബാക്ക്ലോഗ് വാക്കൻസി ഉണ്ട്. അതായത് മുന്നേ വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെന്റിൽ ഇപ്പം എന്ത് ചെയ്യാൻ ക്വാളിഫൈ ആവാൻ പറ്റാത്ത കുറെ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരിക്കുമല്ലോ. എന്ന് വെച്ചാൽ ഇത്രയും സെക്ഷൻസ്, കുറെ സെക്ഷൻസ് ഉണ്ട്, നിങ്ങളുടെ റിസർവ്ഡ് കാറ്റഗറീസ് ഉണ്ട്. അതിൽ ഇത്ര മാർക്കിന് മുകളിൽ ഉണ്ടെങ്കിലല്ലേ അവർക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ മിച്ചം വന്ന കുറെ എന്തുണ്ടായിരിക്കും, വാക്കൻസീസ് ലെഫ്റ്റ് ഓവർ ആയിട്ടുണ്ടായിരിക്കും. ആ ലെഫ്റ്റ് ഓവർ വാക്കൻസിയാണ് നമ്മൾ ബാക്ക്ലോഗ് വാക്കൻസി എന്ന് പറയുന്നത്. അതും കൂടെ ചേർത്തിട്ടാണ് 14,194 വാക്കൻസി എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മുടെ റെഗുലർ വാക്കൻസി എന്ന് പറയുന്നത് 13,735 ആണ് കേട്ടോ. 13,000 പ്ലസ് വാക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, 13,000 ആണ്. നമുക്ക് 14,000 അടുപ്പിച്ചാണ് നമ്മുടെ വാക്കൻസി വന്നിട്ടുള്ളത്, റെഗുലർ വാക്കൻസി. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ബാക്ക്ലോഗ് വാക്കൻസി ശരിക്കും പറഞ്ഞാൽ റിസർവ്ഡ് കാൻഡിഡേറ്റ്സിനായിരിക്കും കൂടുതലും പോകുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റെഗുലർ വാക്കൻസി ആണെന്നുള്ളൊരു കാര്യം ആലോചിക്കുക. ഇനി അടുത്ത SBIയുടെ ക്ലറിക്കൽ വാക്കൻസി വിളിച്ചിട്ടുള്ളത് നിങ്ങൾ അറിയാം, ഓരോ സ്റ്റേറ്റിന് സെപ്പറേറ്റ് ആണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്റ്റേറ്റ് ബേസ് ചെയ്ത് തന്നെയായിരിക്കും നമ്മൾ എപ്പോഴും ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ കേരള സ്റ്റേറ്റിന്റെ എത്രയാണെന്ന് നോക്കാം. കാരണം ഇപ്പൊ ഗുജറാത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ റീജിയണൽ ലാംഗ്വേജ് അറിയുന്ന ടെസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ 3rd സ്റ്റേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സെലക്ഷൻ പ്രൊസീജിയറിൽ 3rd സ്റ്റേജ് റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. അപ്പൊ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ സ്റ്റേറ്റിന്റെ ലാംഗ്വേജ് എഴുതാനും വായിക്കാനും അറിയാം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൊടുക്കാൻ പറ്റും, ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് എപ്പോഴും നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും കൊടുക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് അർഹത എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് വാക്കൻസി തിരിച്ചിട്ടുള്ളത്. അതിൽ നമ്മുടെ കേരള വരുന്നത് തിരുവനന്തപുരം സെക്ഷനിലാണ്. അതെന്ന് പറയുന്നത് കേരളയിൽ വരുന്ന വാക്കൻസി നോക്കിയാൽ അറിയാം, 426 വാക്കൻസി വിളിച്ചിട്ടുണ്ട്. കേരളയിൽ 426 വാക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. അതിൽ ലക്ഷദ്വീപിന് 2 വാക്കൻസി കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ ട്രിവാൻഡ്രം ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കേരളയ്ക്ക് 426 വാക്കൻസി ഉണ്ട്. ഇനി അടുത്ത് നമ്മുടെ തമിഴ്നാട് റീജിയൻ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, തമിഴ്നാട് ചെന്നൈ റീജിയൻ ബേസ് ചെയ്ത് തമിഴ്നാട് വിളിച്ചിരിക്കുന്നത് 336 വാക്കൻസീസ് ആണ്. അപ്പോൾ അങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളിലും അങ്ങനെ വാക്കൻസി വിളിക്കാറുണ്ട്. അത്യാവശ്യം കേരളയ്ക്ക് വാക്കൻസി 426 കൊടുത്തിട്ടുണ്ടോ എന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മതി കേട്ടോ. നിങ്ങളുടെ കേരള വെച്ച് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
ഓക്കെ, ഇനി അതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഏത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും, അതായത് ഇനിയിപ്പം ബാങ്കിങ് സെക്ടർ ആയതുകൊണ്ട് ബാങ്കിങ് ഫീൽഡ് തന്നെ വേണമെന്നില്ല, അല്ലെങ്കിൽ കൊമേഴ്സ് പഠിക്കണം അല്ലെങ്കിൽ ഫിനാൻസ് പഠിക്കണം, അങ്ങനെ ഒന്നുമില്ല. ഏത് ഗ്രാജുവേഷൻ ഉള്ളവർക്കും എന്ത് ചെയ്യാം, ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് നിങ്ങൾക്ക് വരുന്നത്, ഡിഗ്രി ക്വാളിഫൈ ആയാൽ മതി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. മാത്രമല്ല ഫൈനൽ ഇയേഴ്സിന് ഒരുപാട് എക്സാംസുകൾക്ക് ഫൈനൽ ഇയേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ SBI ക്ലർക്കിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഈ ഒരു അപ്പോയിന്റ്മെന്റ് സമയം വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാൻ എന്താണ് ഗ്രാജുവേഷൻ കിട്ടിയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. എന്തായാലും ഇതിന്റെ പ്രൊസീജിയറൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും. എന്തായാലും മനസ്സിലാക്കുക, ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് നിങ്ങൾക്ക് എന്താണ് വാലിഡ് ആയിട്ട് പ്രൂഫ് കാണിക്കാൻ പറ്റണം. നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നതാണെന്നുള്ള രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പ്രൂഫ് ഓഫ് ഗ്രാജുവേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, സെലക്ടഡ് ആവുന്ന ടൈമിൽ കാണിക്കേണ്ടിയിരിക്കുന്നു. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ കാണിക്കണം. അതിന് ഉണ്ടായിരുന്നാൽ മാത്രം മതി. അപ്പോൾ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും തേർഡ് ഇയർ ലാസ്റ്റ് ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത SBI ക്ലർക്കിന്റെ ഏജ് ലിമിറ്റും കൂടെ ശ്രദ്ധിച്ചോളുക. ഏജ് ലിമിറ്റ് ഒരു വലിയൊരു ഫാക്ടറാണ്. 1/4/2024 എന്ന് പറയുന്ന ബേസിസിലാണ് നമ്മുടെ ഏജ് നോക്കുന്നത് കേട്ടോ, ക്രൈറ്റീരിയ നോക്കുന്നത്. 20 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 20 to 28 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 2/4/1996 1/4/2004 ഇടയിലുള്ള എല്ലാ പേർക്കും അപ്ലൈ ചെയ്യാം. ആ ഡേറ്റ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. 2/4/1996 1/4/2004 ഇടയിലാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പേർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഏജും എഡ്യൂക്കേഷനും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങളുടെ റിലാക്സേഷൻ മനസ്സിലാക്കുക. അതായത് നമ്മുടെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 ഇയേഴ്സ് വരെയാണ്. പക്ഷെ അത് SC ST ആകുമ്പോൾ 28 + 5 ഇയേഴ്സ് എന്ന് വരും. OBC ആണെങ്കിൽ 28 + 3 ഇയേഴ്സ് എന്ന് വരും. ഇനി അടുത്ത് PWD കാൻഡിഡേറ്റ്സ്, അതായത് നമ്മുടെ ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ജനറൽ അല്ലെങ്കിൽ EWSന് വരുന്നെങ്കിൽ 10 വർഷത്തിന്റെ ഇളവും, PWD SC ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 15 വർഷത്തിന്റെ ഇളവും, OBC കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 13 വർഷത്തിന്റെ ഇളവുമാണ് വരുന്നത് കേട്ടോ. ഡിസബിലിറ്റി ഗ്രൂപ്പിലാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ബാക്ക്ലോഗ് വാക്കൻസി ഒക്കെ ഇവർക്കൊക്കെയാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ PWD കാൻഡിഡേറ്റ്സും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്ത് നമ്മുടെ എക്സ് സർവീസ് മാൻ ആണെങ്കിൽ അവരുടെ 3 ഇയേഴ്സ് അഡീഷണൽ ആണ് കിട്ടുന്നത്, അവരുടെ +3 ഇയേഴ്സ് എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. ഇനി അടുത്ത് നമുക്ക് ഇവിടെ കാറ്റഗറൈസേഷൻ എടുത്തു പറയാനുള്ളത്, ഒന്ന് വിഡോസ്, ഡൈവോഴ്സ്ഡ് വിമൺ ആൻഡ് വിമൺ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ആയവർക്കും അപ്ലൈ ചെയ്യാം. റീമാരേജ് ചെയ്യാത്ത ആർക്ക് വേണോ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യമാണ്. വിഡോസിനും ഡൈവോഴ്സ്ഡ് വിമണിനും വേറെ റീമാരേജ് ചെയ്യാത്ത എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ 7 വർഷത്തിന്റെ സബ്ജക്ഷൻ എന്താ പറഞ്ഞാൽ റിലാക്സേഷൻ തരുന്നുണ്ട്. അതായത് ജനറൽ EWS കാൻഡിഡേറ്റ്സിന് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ജനറൽ EWS കാൻഡിഡേറ്റ്സിന് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC കാൻഡിഡേറ്റ്സിന് 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC ST കാൻഡിഡേറ്റ്സിന് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, വിഡോ അല്ലെങ്കിൽ ഡൈവോഴ്സ്ഡ് ആണെങ്കിൽ എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഇനി പഠിക്കാൻ നിങ്ങൾ റെഡിയാണ്, ബാങ്കിങ് സെക്ടറിലൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇത് നോക്കാവുന്നതാണ്. ഇനി അടുത്ത് നമ്മുടെ ട്രെയിൻഡ് അപ്രന്റീഷിപ്പ് ഉണ്ട്. SBIയിൽ തന്നെ അപ്രന്റീഷിപ്പ് ചെയ്തവരാണ് നിങ്ങളെങ്കിൽ, എന്തെങ്കിലും ട്രെയിനിങ് ബേസ് ചെയ്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിറങ്ങിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് SC STക്ക് 6 വർഷത്തിന്റെ റിലാക്സേഷനും, OBCക്ക് 4 വർഷത്തിന്റെ റിലാക്സേഷനും, EWS കാൻഡിഡേറ്റ്സിന് 1 വർഷത്തിന്റെ റിലാക്സേഷൻ ഉണ്ട്. ജനറൽ EWS കാൻഡിഡേറ്റ്സിന് 1 വർഷത്തിന്റെ റിലാക്സേഷൻ ഉണ്ട്. അവരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ, SBIയുടെ കീഴിൽ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനാണ് പറയുന്നത് കേട്ടോ. PWD കാൻഡിഡേറ്റ്സിനും റിലാക്സേഷൻ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇതിന് വേണ്ടിയായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ OBC SC STയുടെ ഒക്കെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, വാലിഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ ഡോക്യുമെന്റ് സബ്മിഷൻ ടൈമിലും ഒക്കെ കൊടുക്കേണ്ടി വരും. അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്ത SBIയുടെ ക്ലർക്കിന്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ് വരുന്നത്, പ്രിലിമിനറി എക്സാമിനേഷൻ, മെയിൻസ് എക്സാമിനേഷൻ, ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ്. ഫസ്റ്റ് ഒരു പ്രിലിംസ് ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞ് ഒരു മെയിൻസ് ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞ് ലാംഗ്വേജിന്റെ ടെസ്റ്റ് ആയിരിക്കും. ലാംഗ്വേജ് നിങ്ങൾ ഏത് റീജിയണൽ സെന്റർ ആണോ വെച്ചത്, ഏത് സ്റ്റേറ്റ് വൈസ് ആണോ വെച്ചത്, ആ സ്റ്റേറ്റിന്റെ ലാംഗ്വേജ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ആ കാര്യം ആലോചിക്കുക. ഇനി അടുത്ത പ്രിലിമിനറി എക്സാമിനേഷന് നമ്മുടെ ഓൺലൈൻ എക്സാമിനേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ മലയാളം ഉണ്ട്, അതുപോലെ ഹിന്ദിയും ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്ന് പറയുന്ന രീതിയിലാണ് നമ്മുടെ പേപ്പർ ഇത് വരുന്നത് കേട്ടോ. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നുള്ള രീതിയിലാണ് നമുക്ക് സ്റ്റേജസ് വരുന്നത്, SBI ക്ലർക്കിന്റെ സ്റ്റേജസ് വരുന്നത്. ആ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളുക. ഇനി അടുത്ത there is no interview round, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്റർവ്യൂ റൗണ്ട് ഇല്ല. ഓക്കെ, ഇന്റർവ്യൂ റൗണ്ട് ഇല്ല. നമുക്ക് ഏത് എക്സാം എഴുതുക,
അത് കഴിഞ്ഞ് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്വാളിഫൈ ആയെന്നുള്ള കാര്യമാണ്. നമുക്ക് ഡയറക്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ നമുക്ക് എന്താണ് മെഡിക്കൽ എക്സാമിനേഷൻ, നമ്മൾ മെഡിക്കലി ഫിറ്റ് ആണോ, നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം കൃത്യമാണോ എന്ന് നോക്കുന്ന ഒരു ചെക്കിങ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ പ്രിലിംസും മെയിൻസും ആണ് നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇംഗ്ലീഷ്, മലയാളം അല്ലെങ്കിൽ ഹിന്ദി എന്ന് പറയുന്ന രീതിയിലാണ് പേപ്പർ അവൈലബിൾ ആവുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് മാർക്കിംഗ് സ്കീം എന്ന് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് ബാങ്കിങ് സെക്ടറിൽ നമ്മൾ പഠിക്കേണ്ട 3 സബ്ജക്ട് ഏത് തന്നെയാണ്? ഇംഗ്ലീഷ്, റീസണിങ്, മാത്സ്. ഇംഗ്ലീഷ്, റീസണിങ്, മാത്സ്, റീസണിങ്. ഓക്കെ, അപ്പൊ അത് ഇൻറ്റു 1 എന്ന് പറയുന്ന രീതിയിൽ ഒരു മാർക്ക് കറക്റ്റ് ആൻസറിന് 1 മാർക്കാണ്. കറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ശരിയായാൽ നിങ്ങൾക്ക് 1 മാർക്കും, 4 ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1 മാർക്ക് പോകും. 1/4 ആണ് നെഗറ്റീവ്. 1/4 ആണ്. 0.25 എന്ന രീതിയിലാണ് നെഗറ്റീവ് പറഞ്ഞിരിക്കുന്നത്. 0.25. അപ്പോൾ കറക്റ്റ് ആൻസറിന് 1 മാർക്കും 1/4 ആണ് നെഗറ്റീവ്. 4 ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1 മാർക്ക് പോകും എന്നുള്ള രീതിയിലാണ് മാർക്കിംഗ് വരുന്നത്. ഓരോ സെക്ഷന്റെ ടൈം നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇംഗ്ലീഷിന് 20 മിനിറ്റ്, മാത്സിന് 20 മിനിറ്റ്, റീസണിങ്ങിന് 20 മിനിറ്റ്, ടോട്ടലി 1 അവർ എന്നുള്ള രീതിയിൽ 1 അവർ 60 മിനിറ്റ് എന്നുള്ള രീതിയിൽ 100 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. 100 ക്വസ്റ്റ്യൻ 100 മാർക്ക് 1 മണിക്കൂർ. ഇങ്ങനെയാണ് നിങ്ങളുടെ കണ്ടീഷൻ പോകുന്നത്. അപ്പോൾ അത് നല്ലൊരു മാർക്ക് വാങ്ങിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ മതി. ഈവൻ നമുക്ക് മാസങ്ങൾ കുറവാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് നമ്മൾ ബാങ്കിങ് സെക്ടർ, ദിശ അക്കാഡമി ബാങ്കിങ് സെക്ടർ ഇപ്പം എന്താണ് ബാങ്കിങ് എക്സാംസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓൺലൈൻ ക്ലാസ്സസും ഓഫ്ലൈൻ കോഴ്സസും ഒക്കെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ ഇപ്പോൾ ഒരുപാട് എക്സാംസ്, ബാങ്കിങ് എക്സാംസ് ഒരുപാടൊക്കെ വിളിക്കും. ഇനിയിപ്പോൾ പുതിയൊരു വർഷമാണ് വരാൻ പോകുന്നത്. NISCL പോലെയുള്ള പുതിയ എക്സാംസുകൾ വിളിച്ചിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ പഠിക്കണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ദിശയെ കോൺടാക്ട് ചെയ്യാം. ഉടനെ തന്നെ ദിശ അക്കാഡമി ബാങ്കിങ് എക്സാംസിനുള്ള ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത മെയിൻസ് എക്സാമിനേഷന്റെ കാര്യം ആലോചിക്കുക. പ്രിലിംസ് കഴിഞ്ഞ് 1-2 മന്ത്സ് കഴിഞ്ഞ് ഉടനെ തന്നെ എന്തും വിളിക്കും. ശരിക്കും പറഞ്ഞാൽ മെയിൻസും വിളിക്കാറുണ്ട്. അതിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഒന്ന് നമ്മുടെ മെയിൻ ആയിട്ട് പഠിച്ച ജനറൽ ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ റീസണിങ്ങിന്റെ ഒപ്പം എന്തും കൂടെ കയറി വരും, കമ്പ്യൂട്ടറും കൂടെ ഉണ്ടെന്നുള്ള കാര്യം ആലോചിക്കുക. കമ്പ്യൂട്ടറും ഉണ്ട്. അതുപോലെ തന്നെ ജനറൽ നോളജിൽ എന്താണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻസിന്റെ കാര്യങ്ങളായിരിക്കും. അതായത് ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. ഓക്കെ, ആ കാര്യം ആലോചിക്കുക. അപ്പൊ ജനറൽ നോളജ് ബേസ്ഡ് ഓൺ ബാങ്കിങ് സെക്ടർ ആൻഡ് ഫിനാൻസ് എന്നുള്ള കാര്യം ആലോചിക്കുക. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് പ്ലസ് എന്താണ് കമ്പ്യൂട്ടർ എന്നുള്ള രീതി ആലോചിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ SSC RRBക്ക് പ്രിപ്പയർ ചെയ്യുന്ന പോലെയല്ല ബാങ്കിന്റെ എക്സാംസുകൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിൽ നിങ്ങളുടെ റീസണിങ് ആയിക്കോട്ടെ, മാത്സ് ഒക്കെ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അതിന്റെ കൃത്യമായ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായി തന്നെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 190 ക്വസ്റ്റ്യൻസ് 200 മാർക്കിനാണ് നിങ്ങൾക്ക് വരുന്നത്. 190 ക്വസ്റ്റ്യൻസ് 200 മാർക്കിനും നിങ്ങളുടെ കറക്റ്റ് മാർക്കിന് ശരിക്കും പറഞ്ഞാൽ 1/4 എന്ന് പറയുന്ന നെഗറ്റീവ് തന്നെയാണ് പറയുന്നത്. കറക്റ്റ് മാർക്ക് അവരൊരു രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് കേട്ടോ. ഈ റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡിനാണ് ഒരു മാർക്കിങ്ങിന്റെ വ്യത്യാസം വരുന്നത്. ബാക്കി എല്ലാത്തിനും ×1 എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. ×1 എന്നുള്ള രീതിയിൽ ഇവിടെ 0.5 എന്നുള്ള രീതിയിലൊക്കെ കട്ട് ചെയ്തായിരിക്കും വരുന്നത്. അതെന്തായാലും ഇരിക്കട്ടെ. നിങ്ങൾക്ക് ഡ്യൂറേഷൻ തന്നിട്ടുണ്ട്. ഓരോ സെക്ഷൻ എഴുതാനും 35 മിനിറ്റ്, മാത്സിന് 45 മിനിറ്റ്, റീസണിങ് ആൻഡ് കമ്പ്യൂട്ടറിന് 45 മിനിറ്റ് എന്ന രീതിയിൽ 2 hour 40 minutes ആണ്. 2 മണിക്കൂർ 40 മിനിറ്റ് നിങ്ങൾക്ക് ടൈം ഉണ്ട്. എത്ര ക്വസ്റ്റ്യൻ എഴുതാൻ? 200 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ അത് അത്യാവശ്യം ടൈം ഉണ്ട്. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ കേട്ടോ. അപ്പൊ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പ്രിലിംസ്, മെയിൻസ് എന്ന് പറഞ്ഞ ഒരു കടമ്പയാണ് നമ്മൾ കടക്കാനായിട്ടുള്ളത് കേട്ടോ. പ്രിലിംസും മെയിൻസും. ഇനി അടുത്ത് നിങ്ങളുടെ ക്ലറിക്കൽ ആപ്ലിക്കേഷൻ ഫീസ് ഒന്ന് ശ്രദ്ധിച്ചോളുക. ജനറൽ OBC EWS കാൻഡിഡേറ്റ്സിന് 750 ആണ് നിങ്ങളുടെ പൈസ വരുന്നത് കേട്ടോ. 750 rupees ആണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. ഫീ പേയ്മെന്റ് 750 രൂപയാണ്. SC ST PWD കാൻഡിഡേറ്റ്സിന് പൈസ ഇല്ല. ബാക്കി എല്ലാ പേരും അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫീസ് അടയ്ക്കണം. അപ്പം നിങ്ങൾ ഇത്രയും ഫീസ് കൊടുക്കുമ്പോൾ കൃത്യമായ രീതിയിൽ പഠിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക? എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം, ഇതിന് ഞാൻ പഠിക്കും എന്നുള്ളൊരു ഉറപ്പ് ഉണ്ടായിരിക്കണം. ഇതുപോലെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇനിയും വിളിക്കും. അപ്പോൾ നിങ്ങൾ ബാങ്കിങ് സെക്ടറിന്റെ ഒരു സ്റ്റാർട്ടപ്പിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഇങ്ങനെ ഒരു എക്സാം എങ്ങനെ വരുന്നു എന്നറിയാനെങ്കിലും വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത് SBI ക്ലറിക്കൽ സാലറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയും നമ്മുടെ എക്സാം സെന്റേഴ്സ് വരുന്നത് കേരള എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് ബേസ് ചെയ്ത്, നമ്മുടെ സ്റ്റേറ്റ് ബേസ് ചെയ്തായിരിക്കും. നമ്മുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും കാണും. ട്രിവാൻഡ്രം, കൊച്ചി, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, ഇതെല്ലാം സ്റ്റേറ്റ്സ്, നമ്മുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും എന്തുണ്ട് ഇത് വരും കേട്ടോ. ഒരു 10-11 ഡിസ്ട്രിക്റ്റോളം നമ്മുടെ എക്സാം സെന്റേഴ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പുറത്തൊന്നും പോവേണ്ട ആവശ്യം വരില്ല കേട്ടോ.
ഇനി അടുത്ത SBI യുടെ ക്ലറിക്കൽ സാലറി സ്ട്രക്ചർ ഒന്ന് നോക്കാം. ബേസിക് പേ വരുന്നത് 26,730 ആണ് കേട്ടോ. 26,730 രൂപയാണ് വരുന്നത് ബേസിക് എന്ന് പറയുന്നത്. പേ എന്ന് പറയുന്നത് 26,000 രൂപയാണ് ബേസിക് പേ പറയുന്നത്. പക്ഷെ നിങ്ങളുടെ ഗ്രോസ് പേ വരുമ്പോൾ നിങ്ങൾ കണ്ടു കാണും 44,000 പ്ലസ് എന്ന് പറയുന്ന രീതിയിൽ 45,000 അടുപ്പിച്ചായിരിക്കും നിങ്ങളുടെ സാലറി പാക്കേജിങ് വരുന്നത്, അല്ലെങ്കിൽ 40,000 പ്ലസ് എന്നുള്ള രീതിയിലായിരിക്കും നെറ്റ് പേ വരുന്നത്. 40,000 പ്ലസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. നിങ്ങൾക്കറിയാം സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്, ബാങ്കിങ് സെക്ടറിലാണ്, ഓരോ അലവൻസുകളുണ്ട്. നിങ്ങളുടെ വർക്കിംഗ് സെക്ഷൻ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ പൈസ വരുന്നത്. അപ്പൊ അത് എല്ലാ രീതിക്കുമുള്ള ബോണസുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ പറയുകയാണെങ്കിൽ 26,000 എന്നല്ല, ഉറപ്പായിട്ടും 40,000 അടുപ്പിച്ച് നിങ്ങളുടെ സാലറി പാക്കേജിങ് വരും. അപ്പൊ അങ്ങനെ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇന്റേണൽ ആയിട്ടുള്ള കുറെ പ്രൊമോഷൻസും അതുപോലെ ഇന്റേണൽ ആയിട്ടുള്ള എക്സാമിനേഷൻസും ഒക്കെ അവർ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, പ്രൊബേഷണറി ഓഫീസർ പോലെയുള്ള പല പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് റാങ്കിങ് സ്കീം കിട്ടാറുമുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പൊ ക്ലറിക്കിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളൊരു കാര്യം ആലോചിക്കുക. ഓക്കെ, ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു ഡൗട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ SBI യുടെ തന്നെ sbi.co.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, SBI വെബ് കരിയേഴ്സ് കറണ്ട് ഓപ്പണിംഗ്സ് എന്ന് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് അഡ്വർടൈസ്മെന്റ്, ഈ SBI ക്ലർക്കിന്റെ അഡ്വർടൈസ്മെന്റ് അതിൽ എന്ത് ചെയ്തിരിക്കും, ഇട്ടിരിക്കും. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ അതിന്റെ പേഴ്സണൽ ഇൻഫർമേഷനും നിങ്ങളുടെ പ്രൊഫഷണൽ ഇൻഫർമേഷനും എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ. വെരിഫൈ ചെയ്തതിന് മാത്രം ശേഷം എന്ത് ചെയ്യുക, പേയ്മെന്റ് അടയ്ക്കുക. പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സക്സസ്ഫുൾ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ ഇങ്ങനെ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് ഡൗൺലോഡ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. അതിൽ കയറി എല്ലാം പൂരിപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഓൺലൈൻ പേയ്മെന്റ് ആണ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. അത് കൃത്യമായി ചെയ്യുക. അടുത്തുള്ള കഫേയിൽ പോയിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്ന് തോന്നുന്നെങ്കിൽ നമ്മൾ ഇതിന്റെ PDF നമ്മുടെ ഷെയർ ചെയ്തിരിക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ. അതിൽ കയറി ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ബാങ്കിങ് സെക്ടറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷൻ ആണ്. ഇത്രയും വാക്കൻസി വിളിച്ചതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം നമുക്ക് ചാലഞ്ച് ആയിട്ട് കണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇതിന് വേണ്ടി പഠിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ദിശ അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമൊക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.